ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. ധ്യാന സമയത്തെ നിഷ്ക്രിയത്വം. ചോദ്യം: 360 ഡിഗ്രി ധ്യാന സമയത്ത് ഞാൻ സുന്ദരവും തീവ്രവുമായ ഒരു ആന്തരിക യാത്ര ചെയ്തു. പൂർണ്ണമായ അവബോധത്തിൽ എനിക്ക് തെളിഞ്ഞ ചിത്രങ്ങൾ കിട്ടി. മയക്കം പോലെയുള്ള ആ അവസ്ഥയിൽ ചില രംഗങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് ലഭ്യമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നും എന്താണ് ചെയ്യേണ്ടത് എന്നും എനിക്ക് അറിയുമായിരുന്നു. അപ്രകാരം ആ ധ്യാനത്തിൽ ഞാൻ ചിലത് ചെയ്തു. എന്നാൽ ആ ചെയ്യൽ എന്നിൽ കൂടി സംഭവിക്കുകയാണ് ഉണ്ടായത്. അത് വിവരിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. ഇത് ഒന്ന് വിശദീകരിക്കാമോ? ഉത്തരം: പ്രവൃത്തിക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട്. ബോധപൂർവം ചെയ്യുന്നതിന് കാർമ്മികമായ പങ്കുണ്ട്. പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നതിന് കാർമ്മിക ഫലമില്ല. നാം നടക്കുമ്പോൾ ചില ചെറുപ്രാണികൾ നമ്മുടെ പാദത്തിനടിയിൽപ്പെട്ട് കൊല്ലപ്പെടുന്നു. കാട്ടിൽ കടുവകൾ മാനുകളുടെ പെരുപ്പത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നത് പോലെ നാം ധർമ്മത്തിനു വേണ്ടി അവയെ കൊല്ലുകയാണ്. ഇത് ധർമ്മപരിപാലനത്തിൻ്റെ ഭാഗമാണ്. നിലനിൽപ്പിൻ്റെ തുലനാവസ്ഥ പാലിക്കുവാൻ നമ്മെ ഉപയോഗിക്കുകയാണ്. നമുക്കിത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ധ്യാന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങളാണെങ്കിലും അതിൻ്റെ ചരട് ഉയർന്ന ബോധത്തിൻ്റെ, അതായത് മഹാഗുരുക്കന്മാരുടെ കയ്യിലാണ്. അവർ നിങ്ങളിൽ കൂടി കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല. നിങ്ങൾ അത് നിയന്ത്രിച്ചുമില്ല. നിങ്ങളുടെ കർത്തൃത്വം വിപുലമായ അസ്തിത്വത്തിന് സമർപ്പിക്കപ്പെടുന്നു. ഈ സമർപ്പണം സംഭവിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നു. ദൈവകൃപ അല്ലെങ്കിൽ ദൈവീകത ഏറ്റെടുക്കുന്നു. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നും എന്താണ് ആവശ്യമില്ലാത്തത് എന്നും നമ്മെപ്പറ്റി എല്ലാം ദൈവം അറിയുന്നു. നിങ്ങളുടെ ഏറ്റവും നിഗൂഢമായ ആഗ്രഹങ്ങൾ പോലും നിർവഹിക്കപ്പെടുന്നു. നിങ്ങളുടെ പരമപിതാവിലേക്കുള്ള യാത്രയിൽ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന അനാവശ്യ വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നു. സാധാരണയായി ഭയങ്ങളും വ്യവസ്ഥകളുമാണ് തടസ്സം നിൽക്കുന്ന പാറകൾ. വ്യക്തിപരമായ അഹംഭാവം അവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൽ ഊന്നിയ സമർപ്പണത്തോടുകൂടി ചെയ്യുന്ന വ്യവസ്ഥ നിങ്ങൾക്ക് വേണ്ടി തടസ്സങ്ങളെ നീക്കം ചെയ്യുവാൻ ദൈവീകത്വത്തെ സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെയും കർത്തൃത്വമുണ്ട്. അതായത് നിങ്ങൾ ശുചീകരിക്കുവാൻ വരുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. വീട് വൃത്തിയാക്കുന്നത് നിങ്ങളല്ല. നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ അവർക്ക് അകത്തു വന്ന് വൃത്തിയാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭാഗം അഭിനയിക്കാനുണ്ട്. എന്നാൽ വേണ്ടത് ചെയ്യുന്നത് നിങ്ങളല്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാമായിരുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ബോധമനസ്സായ നിങ്ങളെക്കുറിച്ചല്ല, അടിത്തട്ടായ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അറിവ് ദൈവത്തിൽ നിന്നോ മഹാഗുരുക്കന്മാരിൽ നിന്നോ ഉള്ള മാർഗദർശനമാണ്. കാര്യങ്ങൾ നിങ്ങളിൽ കൂടി ചെയ്യപ്പെടുകയാണ്, നിങ്ങളാൽ ചെയ്യപ്പെടുകയല്ല. പ്രവൃത്തിയെക്കുറിച്ചുള്ള അവബോധം തീർച്ചയായും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് നിർവഹിക്കണമെങ്കിൽ അതിനുള്ള ആജ്ഞ ലഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഹംബോധത്തെ സമർപ്പണത്തിലൂടെ കീഴടക്കുകയും അഹംബോധ ഘടകം ഉള്ളിലില്ലാത്ത ഉയർന്ന അവബോധവുമായി ഏകത്വത്തിൽ ആവുകയും ചെയ്തു കഴിഞ്ഞതിനാൽ ഇനിയും മുന്നോട്ട് പോകുവാൻ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് വേണ്ടത് എന്ന് അത് നിങ്ങളോട് പറയുകയും നിങ്ങൾ അറിയുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് അതിന് കാണാൻ കഴിയും. ഇത് വളരെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ധ്യാനവും നിങ്ങളുടെ ധ്യാനവും. എൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാത്തതിന് ക്ഷമയാചിച്ചുകൊണ്ട് നിങ്ങളിൽ ചിലർ എനിക്ക് എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് എൻ്റെ ധ്യാനമല്ല. എൻ്റെ ധ്യാനം എന്നാൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിനു വേണ്ടി ഞാൻ ശീലിക്കുന്ന ധ്യാനമായിരിക്കും. അതും എൻ്റേതായിരിക്കുകയില്ല. എൻ്റേതായി ഒന്നുമില്ല, നിങ്ങളുടേതായും ഒന്നുമില്ല. എല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നു, തിരികെ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു. എന്നോടെന്നല്ല ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ വിവേചനമാണ്. ഇവിടെ നടത്തപ്പെടുന്ന ധ്യാനം തികച്ചും സ്വതന്ത്രവും സൗജന്യവുമാണ്. ആരും ആരെയും ഒന്നിലേക്കും ബന്ധിക്കുന്നില്ല. ബന്ധിക്കൽ ആത്മീയതയ്ക്ക് എതിരാണ്. ആലസ്യമാണ് നിങ്ങൾ വരാതിരിക്കുവാൻ കാരണമെങ്കിൽ സൂക്ഷിക്കുക. കാരണം വ്യക്തിപരമാണെങ്കിൽ നിങ്ങളാണ് അത് നിശ്ചയിക്കേണ്ടത്. മറ്റാരും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുകയില്ല. ആരും തീരുമാനം എടുക്കുകയും അരുത്. ആർക്കും മറ്റൊരാളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ വ്യക്തിയും അതുല്യമായ ഒരു കാർമ്മിക സംയുക്തമാണ്. അതുകൊണ്ട് ധ്യാനം എൻ്റേതല്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വാക്കുകൾ നിങ്ങളുടേത് അല്ലാത്തതുപോലെ.
ഒന്ന് മാത്രം പറയാം, ഈ ധ്യാനങ്ങൾ പരമോന്നതമായ ബോധത്തിൽ ഉത്ഭവിച്ചു. ആ ബോധം അത് ലോകത്തിന് പകർന്നു കൊടുക്കുവാനായി മോഹൻ എന്ന പദാർത്ഥത്തെ ഉപയോഗിച്ചു. ഞാനൊരു ഉപകരണമായി. അത് എന്നിൽ കൂടി സംഭവിച്ചു. ഞാൻ ഒരു ഉടമ അവകാശവും സൂക്ഷിക്കുന്നില്ല. മറ്റുള്ളവർ അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാനായി ഞാൻ ഒരു പകർപ്പവകാശം സൂക്ഷിച്ചെന്നു വരും. ഞാൻ ഒരിക്കലും ആത്മീയതയെ വിൽക്കുവാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അതിനെ ഒരു ഒഴുകുന്ന പുഴയെപ്പോലെ കരുതുക. അതിൽ ഒന്ന് മുങ്ങുവാനോ മാറി നിൽക്കുവാനോ നിങ്ങൾക്ക് അവകാശമുണ്ട്. ആരും കാവൽ നിൽക്കുകയോ തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. സമാധാനത്തോടെ ഇരിക്കൂ. ഞാൻ എനിക്ക് കഴിയുന്നതുപോലെ എൻ്റെ ജോലി ചെയ്യുകയാണ്. ഇതിൽ നിന്ന് പ്രശസ്തിയോ പണമോ ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷകളുമില്ല. പ്രതീക്ഷയില്ലായ്മ പരിമിതിയില്ലാത്ത ശക്തിയെ അഴിച്ചുവിടുന്നു. ഞാൻ അത് ആസ്വദിക്കുകയാണ്. മനനവും ധ്യാനവും. ചോദ്യം: മനനം ധ്യാനത്തിന് തുല്യമാണോ അതോ അതിനേക്കാൾ പ്രധാനമാണോ? ഉത്തരം: ഒരു 14കാരനിൽ നിന്നുള്ള ഈ ചിന്ത ഞാൻ വിലമതിക്കുന്നു. ഇത് നിങ്ങളുടെ ആത്മീയ വികാസത്തിൻ്റെ തലം കാണിക്കുന്നു. സത്യത്തെക്കുറിച്ചുള്ള ചിന്തനം, മനനം വളരെ പ്രധാനമാണ്. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തനം ചെയ്യുമ്പോൾ മനോബുദ്ധി, അഹങ്കാര, ചിത്ത ആസക്തി കുറഞ്ഞു വരുന്നു. ഇതെല്ലാം നടത്തുന്ന ശക്തി ആത്മാവാണെന്നും നിങ്ങളുടെ ആത്മാവ് സർവ്വവ്യാപിയായ പരമാത്മാവിൻ്റെ ഒരു സന്തതിയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു. നിങ്ങളുടെ ചിന്താഗതി ആകെ മാറുന്നു. നിങ്ങളുടെ ആസക്തി സ്വയമേവ ആ ആത്മാവിലേക്ക് ഗതി മാറുന്നു. അങ്ങനെ ചിന്തനം നിങ്ങളെ ആത്യന്തികമായ സത്യത്തിലേക്ക് നയിക്കുന്നു. അവിടെ നിന്ന് ധ്യാനം തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തന്നെ ധ്യാനിക്കുമ്പോൾ ശിവോഹം, ഞാൻ ശിവനാണ് എന്ന അനുഭവമുണ്ടാകുന്നു. ശിവൻ, വിഷ്ണു, യേശു, അള്ളാ, ബുദ്ധൻ എല്ലാം ഒന്നാണ്. ശിവൻ എന്നു പേരുള്ള പരിമിതമായ ഒരു അസ്തിത്വത്തെയല്ല, അനന്തമായ സത്തയെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിന് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അതുകൊണ്ട് ചിന്തനം വളരെ പ്രധാനമാണ്. അതിനെ മനനം എന്ന് പറയും. അത് ധ്യാനത്തിലേക്ക് നയിക്കും. കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് വീണ്ടും ചോദിച്ചുകൊള്ളൂ, ഞാൻ വിവരിച്ചു പറയാം. ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ ചിന്താരീതി ശരിയാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ്. വികാസത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ ഘടകങ്ങളും നിങ്ങളിൽ ഉണ്ട്. കയറ്റം തുടരുക. മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യം. ചോദ്യം: ഉത്തമനായ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മെ ശുദ്ധീകരിക്കുമോ? ഉത്തരം: തീർച്ചയായും ശുദ്ധീകരിക്കും. ഉന്നതനായ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ തമസ്സ് ഉണ്ടാവുകയില്ല. ഉന്നതനായ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം മാത്രം മതി ഒരു അന്വേഷകന് ഉയരുവാൻ. രമണ മഹർഷി രാമകൃഷ്ണ പരമഹംസനെ പോലെ മൗനിയായി ഇരിക്കാറുണ്ട്. ചോദ്യങ്ങളുമില്ല, ഉത്തരങ്ങളുമില്ല. എന്നിട്ടും സാന്നിധ്യം കൊണ്ടും ഒരു നോട്ടം കൊണ്ടും മാത്രം അദ്ദേഹം കാണാൻ വരുന്നവരിൽ ആന്തരിക മാറ്റം വരുത്താറുണ്ട്. ഒന്നാമതായി, അർഹതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉന്നതനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തുവാൻ കഴിയുകയില്ല. അർഹത നേടിയിട്ടും നിങ്ങൾക്ക് മഹാഗുരുക്കന്മാരിലേക്ക് എത്തുവാൻ താല്പര്യം തോന്നുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആലസ്യമാണ് അതിന് കാരണം. ഉന്നതരായ ഗുരുക്കന്മാർ കാഴ്ചയ്ക്ക് വെറും സാധാരണന്മാരായി തോന്നിയേക്കാം. അവർ അഹംഭാവം ഇല്ലാത്തവരാണ്. അവർക്ക് ഒരിക്കലും നാട്യം ഉണ്ടാവുകയില്ല. ഇത് അന്വേഷകരുടെ മനസ്സിനെ കുഴക്കുന്നു. അന്വേഷകരെ വേർതിരിച്ചെടുക്കാനുള്ള അവരുടെ ഉപായമാണ് ഇത്. കണ്ണുള്ളവർ കാണും. മറ്റുള്ളവർ പകിട്ടുള്ള പദാർത്ഥങ്ങളുടെ പിന്നാലെ പോവുകയും മോക്ഷം കിട്ടുവാനായി വലിയ തുകകൾ ചെലവാക്കുകയും ചെയ്യും. ഇതും അന്വേഷകൻ്റെ ശുദ്ധീകരണത്തെ പരോക്ഷമായി സഹായിച്ചേക്കാം. പണത്തിൻ്റെയും സമയത്തിൻ്റെയും നഷ്ടം ബന്ധങ്ങളെ കുറയ്ക്കാനും സഹായിച്ചേക്കാം. ഒടുവിൽ അന്വേഷകൻ ശരിയായ അർഹത നേടുകയും ഗുരു പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. താൻ എന്നും കാണാറുള്ള, താൻ വകവയ്ക്കാത്ത സാധാരണ മനുഷ്യനാണ് തൻ്റെ ശരിയായ ഗുരു എന്ന് മനസ്സിലാക്കുമ്പോൾ അന്വേഷകർ ആശ്ചര്യപ്പെടും. ശരിയായ ഗുരു ഒന്നും തെളിയിക്കുവാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം നിങ്ങളുടെ ആത്മാവിനെ പ്രതിഷ്ഠിക്കും. അദ്ദേഹം നിങ്ങൾക്ക് ആത്മാവിലേക്ക് എത്തുവാനുള്ള വഴി കാണിക്കുക മാത്രം ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മനസ്സിലാകുമ്പോൾ അന്വേഷകൻ ആശ്ചര്യപ്പെടും. ഏറ്റവും നല്ല പ്രാർത്ഥന കൃതജ്ഞത പറയലാണ്.
ശുദ്ധവായുവും സൂര്യപ്രകാശവും പ്രകൃതി തരുന്ന നിരുപാധികമായ സ്നേഹവും അകത്തും പുറത്തുമുള്ള സമ്പത്തുകളും അനുഭവങ്ങളും ബന്ധുത്വങ്ങളും മറ്റുമായി ഉപാധികളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാം ഉൾപ്പെടെ ഇപ്പോൾ നയിക്കുന്ന സുഖജീവിതത്തിനായി നിങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സർവശക്തന് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ അഹംബോധവും കർത്തൃത്വബോധവും കുറയും. എന്തിനെയെങ്കിലും വേണ്ടി യാചിക്കുന്നത് ഏറ്റവും മോശമായ പ്രാർത്ഥന. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇല്ലായ്മകൾ പ്രകടിപ്പിക്കുകയാണ്, അപര്യാപ്തതകളെപ്പറ്റി പറയുകയാണ്. ചിന്തയാണ് സൃഷ്ടിയുടെ ആദ്യതലം. അപ്പോൾ ഊർജം പുറന്തള്ളപ്പെടുന്നു. ഊർജം ഒരിക്കലും നശിക്കുന്നില്ല. അത് നിലനിൽക്കുകയും അതുപോലുള്ള മറ്റു ഊർജങ്ങളുമായി ചേർന്ന് നിങ്ങളുടെ വിധിയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രകൃതി അഥവാ ഉപബോധം കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു. എന്തെങ്കിലും ഇല്ലായ്മയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഉപബോധം അതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് നിങ്ങൾക്കത് ഇല്ലെന്ന് ആവർത്തിക്കുന്നു. അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി തീരുന്നു. കൃതജ്ഞത നിങ്ങളുടെ ഹൃദയത്തെ സമ്പന്നമാക്കുന്നു. അപര്യാപ്തതയെക്കുറിച്ചുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ ദരിദ്രവും നിസ്സഹായവും ആശ്രിതവും ആക്കി മാറ്റുന്നു. അതുകൊണ്ട് ജാഗരൂകത പാലിക്കുക. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ വിധിയെ സൃഷ്ടിക്കുന്നു. സ്വയം വിഡ്ഢിയാക്കരുത്. ചിലർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും, എനിക്ക് ഇതില്ല, അതില്ല, അതുമാത്രം ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ വേറൊന്ന്, പിന്നെ മറ്റൊന്ന്. ഇത് അവരെ ആദ്യം അകത്തും പിന്നെ പുറത്തും കൂടുതൽ കൂടുതൽ ദരിദ്രരാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് സന്തോഷിക്കുകയും ആത്മാർത്ഥമായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ആത്മീയ മാർഗത്തിൽ പ്രധാനമാണ്. അത് നിങ്ങളെ ആത്മീയമായി കൂടുതൽ കൂടുതൽ വളർത്തും. ലോകത്തെ ഒരു കണ്ണാടിയോട് ഉപമിക്കാം. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അത് പ്രതിബിംബിപ്പിക്കും. ഒരു യഥാർത്ഥ ഗുരു അതുതന്നെ ചെയ്യുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾക്ക് അർഹതയുള്ളതാണ് നൽകപ്പെടുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹതയുള്ളത് ആയിരിക്കണമെന്നില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. പ്രാർത്ഥന നമ്മോട് തന്നെ ഉള്ളതാണ്. നാം നമ്മുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും നാം കണ്ണടയ്ക്കുന്നത്. നാം കണ്ണടയ്ക്കുമ്പോൾ നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. നാം നമ്മോട് തന്നെ ബന്ധപ്പെടുകയാണ്. ആരാണ് പുറമേയുള്ള ദൈവം അഥവാ ഗുരു? നമ്മുടെ തന്നെ ഒരു വിപുലീകരണം. ദൈവത്തിന് ചട്ടക്കൂടുകളോ ലിംഗപരിഗണനകളോ ഇല്ല. ദൈവത്തിന് ലിംഗഭേദമോ നിറമോ ആകൃതിയോ ഇല്ല. അദ്ദേഹം എല്ലാ ജീവികളിലും ഉണ്ട്. അദ്ദേഹം തന്നെ ഉൾക്കൊള്ളുന്ന കുപ്പിയുടെ നിറവും രൂപവും സ്വീകരിക്കുന്നു. അതുകൊണ്ട് രാമൻ്റെ ശരീരത്തിൽ താമസിക്കുമ്പോൾ അയാളുടെ രൂപവും സ്വഭാവവിശേഷങ്ങളും സ്വീകരിക്കുന്നു. റഹീമിൻ്റെ ദേഹത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ രൂപവും വിശേഷതകളും കൈവരിക്കുന്നു. ഒരു പൂവിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഒരു പക്ഷിയിലോ മൃഗത്തിലോ ചെടിയിലോ മരത്തിലോ മണ്ണിലോ പ്രകൃതി ശക്തികളിലോ ശൂന്യസ്ഥലത്തോ നിങ്ങളിലോ എന്നിലോ ഇരിക്കുമ്പോഴും അതാതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. നാമെല്ലാം ഒരേ ദൈവത്തിൻ്റെ പ്രകാശനങ്ങളാണ്. പിന്നെ എന്തിനാണ് വിവേചനം? നമ്മുടെ മനസ്സിൽ ദ്വൈതബോധം ഉള്ളതുകൊണ്ടാണ് വിവേചനം ഉണ്ടാകുന്നത്. നമുക്കുള്ള സാമാന്യബോധം അനുസരിച്ച് ദ്വൈതഭാവം ഉണ്ടാകണം. ഇന്ദ്രിയാതീതമായ കാഴ്ചപ്പാടിൽ ഏകത്വമുണ്ട്. ഏകത്വത്തിൽ എത്താനുള്ള വാഹനം ധ്യാനമാണ്. അതിനുള്ള പാത നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ബഹിർമുഖത്വത്തിലൂടെ ഇന്ദ്രിയ വസ്തുക്കളെ പരിചയിച്ചറിയുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അന്തർമുഖത്വത്തിൽ കൂടി നമ്മുടെ ആത്മാവിനെ അനുഭവിച്ചറിയുവാൻ കഴിയും. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാഹ്യ ഇന്ദ്രിയ വസ്തുക്കളും ഒന്നൊന്നായി അപ്രധാനമായി തീരുന്നു. അവ നമ്മുടെ ഭാഗമായി തീരുന്നു. പ്രാർത്ഥനയിൽ കൂടി നാം എന്താണെന്ന് നമ്മോട് തന്നെ ആവർത്തിച്ച് ദൃഢീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമായ വസ്തു പുറമേയുള്ള ഒരു ദേവതയാണെങ്കിലും പ്രധാനമായും നാം നമ്മുടെ ആത്മാവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ മനസ്സിനോട് സ്ഥിരീകരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമില്ല. ദൈവം പ്രതീക്ഷകൾ പുലർത്തുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് സന്തോഷമാകുമെന്ന് കരുതി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തികഞ്ഞ വിവരമില്ലായ്മയാണ്. ദൈവം ദ്വൈതങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതനാണ്. എല്ലാം ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൽ ലയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയോ ശകാരമോ ദൈവത്തെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഉയർത്തപ്പെടുന്നു. സാധന കൊണ്ടും തുടർച്ചയായ ചെയ്തു തീർക്കൽ കൊണ്ട് സംസ്കാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടും അവ പുനർനിർമ്മിക്കപ്പെടുന്നത് ഒഴിവാക്കിക്കൊണ്ടും മാത്രമേ ദൈവത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ.
എപ്പോഴും വർത്തമാനത്തിൽ നിലകൊള്ളലാണ് അതിനുള്ള മാർഗം. പ്രാർത്ഥനകൾ കൊണ്ടും പൂജകൾ കൊണ്ടും ദൈവം ഉണ്ടെന്നും നമ്മെ കാത്തുരക്ഷിക്കുന്നുണ്ടാകാമെന്നും നമ്മുടെ മനസ്സിനോട് ആവർത്തിച്ച് ഉറപ്പിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആന്തരികമായ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെയും ധ്യാനത്തിലൂടെയും വാസനകളെ ഇല്ലാതാക്കുന്നതിലൂടെയും ദൈവത്തിലേക്ക് എത്താൻ കഴിയും. പിന്നെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ബാഹ്യമായ ഇന്ദ്രിയ വസ്തുക്കളുടെ ആവശ്യകതയ്ക്ക് അതീതരാകുകയോ ആവശ്യകത അങ്ങേയറ്റം കുറയുകയോ ചെയ്യുമ്പോൾ നാം ദൈവമെന്ന ഊർജ്ജതലത്തിൻ്റെ വളരെ അടുത്തെത്തുന്നു. സ്ഥൂലതലം ദൈവത്തിൻ്റെ ഒരു വിപുലീകരണമാണ്. സ്ഥൂലം ദൈവത്തിൻ്റെ ഭാഗമാണ്. നമ്മളും ദൈവത്തിൻ്റെ ഭാഗമാണ്. അഹംബോധം അലിഞ്ഞു പോവുകയും ഏകത്വം വേരുപിടിക്കുകയും ചെയ്യുമ്പോൾ നാം ഗുണങ്ങൾക്ക് അതീതരായി തീരുന്നു. നാം ജ്ഞാനം നിറഞ്ഞവരായി തീരുന്നു. നാം പരമമായ ആനന്ദമായി തീരുന്നു. ദ്വൈതമില്ല. നാം എല്ലാ മതങ്ങളുമായി തീരുന്നു, അഥവാ മതമില്ലായ്മയായി തീരുന്നു. നാം എല്ലാ ദൈവങ്ങളുമായും എല്ലാ ഗുരുക്കന്മാരുമായും ഏകത്വം പ്രാപിക്കുന്നു. നാം ദൈവത്തിലേക്ക് എത്തുന്നു. അപ്പോൾ സാധാരണയായി നമ്മുടെ പ്രകാശനം നിറഞ്ഞൊഴുകുന്ന സഹാനുഭൂതിയും സ്നേഹവുമാണ്. ഭക്തിയായും സ്തോത്രങ്ങളായും നിസ്വാർത്ഥ സേവനമായും കവിഞ്ഞൊഴുകുന്ന ആത്മതത്വത്തിലേക്കുള്ള സമർപ്പണമാണ് അത്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഏറ്റവും കുറയുകയും പ്രപഞ്ചത്തിൻ്റെയും അതിലെ ജീവികളുടെയും ആവശ്യം നമുക്ക് സർവപ്രധാനമായി തീരുകയും ചെയ്യുന്നു. നാം ദൈവവുമായി ഏകീഭവിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്ന ചൈതന്യവുമായി നാം ഒന്നായി തീരുന്നു. ദൈവം. ജയ് മോഹൻജി. താങ്ക് യു.